വിഷ്ണു, ഇന്നലെ ജന്തർ മന്ദറിൽ CJP പാർട്ടിയുടെ വലിയൊരു പ്രക്ഷോഭം നമ്മൾ കാണാനുണ്ടായി. കൊച്ചിയിൽ ഉൾപ്പെടെ അവരെ അനുകൂലിച്ചുകൊണ്ട് നിരവധി യുവാക്കൾ അണിചേരുന്നതും കാണുകയുണ്ടായി. അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം രഞ്ജിനി ഹരിദാസ് നമ്മുടെ കേരളത്തിൽ നിന്നും അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പാറ്റകൾക്ക് ഒപ്പവും രഞ്ജിനി ഹരിദാസ്, നായകൾക്കൊപ്പം മാത്രമല്ല പാറ്റകൾക്കൊപ്പവും പാറ്റക്കൂട്ടത്തിനൊപ്പവും രഞ്ജിനി ഹരിദാസ് കൂടെ ചേരുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ മറ്റെന്തൊക്കെ വിശദാംശങ്ങൾ നമുക്ക് അതുമായി ബന്ധപ്പെട്ട്? ഇതിപ്പോൾ രഞ്ജിനി ഹരിദാസിന്റെ ഇത് മാത്രമല്ലല്ലോ, ഇത് സാധാരണക്കാരെല്ലാവരും കൂടെ ഒത്തുചേരുന്ന ഒരു വിഷയമായി ഇത് മാറി. ഇതിപ്പോൾ നീറ്റ് പരീക്ഷ അത് ഡൽഹിയിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഇപ്പോൾ ഇന്നലെ SFI പ്രവർത്തകരുടെ കേരളത്തിൽ തന്നെ പ്രതിഷേധം നടത്തിയിട്ടുണ്ട്, മാർച്ച് നടത്തിയിട്ടുണ്ട് DYSP ഓഫീസിലേക്ക്. അങ്ങനെ നിരവധി പ്രതിഷേധങ്ങൾ ഇതിനെതിരെ വരുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് അത് കാണാതെ പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അംബേദ്കർ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, യുവത്വത്തിൻ്റെ നമ്മൾ അനീതിയെ ചോദ്യം ചെയ്യാത്തതാണ് യുവത്വത്തിൻ്റെ ഈ കാലത്തെ സമൂഹത്തിൻ്റെ ശാപം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്നത്. നമ്മൾ പ്രതിഷേധം ഉയർത്തുമ്പോഴും അവിടെ ഭരണകൂടം അതിനെ കാണാതെ പോകുന്നു, അടിച്ചമർത്തപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. പ്രതിഷേധത്തിന്റെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ ധർമ്മേന്ദ്ര പ്രധാൻ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി, രാജിവെക്കണം എന്നുള്ളതാണ്. പക്ഷേ കേന്ദ്ര സർക്കാർ അതിനെ യാതൊരു വിധത്തിലും ഒരു നോക്ക് പോലും ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റും, അല്ലെ? പ്രതിഷേധങ്ങളൊക്കെ നടന്നോട്ടെ, പക്ഷെ അതിനൊന്നും തങ്ങൾ വകവെക്കുന്നില്ല എന്ന മനോഭാവത്തിലൂടെ കേന്ദ്ര സർക്കാർ. അതെ, അധികാര സ്ഥാപനങ്ങൾ ഇപ്പോഴും ഇപ്പോൾ ഇത് ആരാണ് സമരം ചെയ്യുന്നത്? വിദ്യാർത്ഥികളാണ് സമരം ചെയ്യുന്നത്. ഇപ്പോൾ ഈ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ വിദ്യാർത്ഥികളാണ് നമ്മളുടെ ഇപ്പോ വിദ്യാസമൂഹമാണ് നമ്മളുടെ ഭാവി എന്നുള്ള പറഞ്ഞു. അതെ, ഇപ്പൊ കുട്ടികളാണെങ്കിൽ നാളത്തെ പൗരന്മാരെന്നൊക്കെ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ്. അത്തരമുള്ള ആ ഒരു പ്രസ്താവന നടത്തിയ ആള് തന്നെ അവരുടെ ഭരണകൂടമാണ് വിദ്യാർത്ഥികൾക്കെതിരെ അവരെന്തുകൊണ്ട് തെരുവിലിറങ്ങേണ്ടി വന്നു എന്നുള്ളത് വളരെ നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം അവർ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ചെഴുതിയ എക്സാമാണ്. ഒരു വർഷക്കാലത്തെ അവരുടെ പ്രയത്നത്തിന്റെ ഫലമാണ്. ആ കഷ്ടപ്പാടിനെ കാണാതെ പോകുന്നതാണ്. അപ്പോൾ അത് ചോദ്യപേപ്പർ ചോർച്ച ഉണ്ടാവുന്നു, അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവുന്നു. ഇത് എങ്ങനെയാണ് നമുക്ക് ഒരിക്കലും അത് ഇത്രയും ഈ ജനങ്ങളെല്ലാവരും ഒത്തുചേരുവാണ് ഇവിടെ. CJP എന്ന് പറഞ്ഞാൽ ഇപ്പോൾ BJP-യോളം വളർന്നു. ഇപ്പോൾ BJP-യോളം നമുക്ക് പ്രതിപക്ഷത്തിരിക്കാൻ പറ്റുന്ന ഒരു തരത്തിലായി. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ തന്നെ പ്രധാന പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഇതിനെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം KC വേണുഗോപാൽ ഉൾപ്പെടെ ഈ CJP സമരവുമായി ബന്ധപ്പെട്ട് അവരെ അനുകൂലിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളൊക്കെ തന്നെയും ഇവരെ അനുകൂലിക്കുന്ന പശ്ചാത്തലത്തിൽ നമ്മൾ നോക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഇതിനെ മൗനം പാലിക്കുകയാണ്, അല്ലെങ്കിൽ ആ സമരത്തെ അടിച്ചമർത്താനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലേ? സമരമുഖത്തേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, വളരെ സമാധാനപരമായിട്ടാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധം, അല്ലെങ്കിൽ അവർ സമാധാനപരമായിട്ട് ഇപ്പോൾ ഗാന്ധിജി തൊട്ട് ഉള്ള മാർഗങ്ങൾ. അതെ വിഷ്ണു, ശരിയാണ്. ഗാന്ധിജിയുടെ കാലം മുതൽക്കേ ഉണ്ടായിരുന്ന ഒരു സമര മാർഗമാണ് നോൺ വയലൻസ്, അല്ലെങ്കിൽ സത്യാഗ്രഹ സമരത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നലെ ഒരു ദൃശ്യം പുറത്തു വരികയുണ്ടായിരുന്നു. അതിനകത്ത് ഒരു പോലീസുകാരൻ തന്നെ അവരുടെ ജീപ്പ് കുത്തി പൊട്ടിക്കുന്നൊരു വാർത്ത കൂടെ ഇന്നലെ വരുന്നൊരു സ്ഥിതിയുണ്ടായി. അപ്പോൾ സമരത്തെ വളരെ സമാധാനപൂർണമായിട്ട് ആ പാർട്ടി CJP അനുകൂലികൾ കൊണ്ടുപോകുമ്പോൾ അതിനെ ഏതൊക്കെ വിധേനയെ തടയാവോ ആ രീതിയിലേക്ക് കേന്ദ്ര സർക്കാരും അവരെ അനുകൂലിക്കുന്ന ആളുകളും മുന്നോട്ട് പോകുന്നു. കൃഷ്ണേന്ദു, ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചൊരു മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പോലീസുകാർക്ക് അവർക്ക് ID കാർഡില്ല. ഇവരെ വിദ്യാർത്ഥികളെ തല്ലാൻ വരുന്ന, അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ പ്രതിരോധിക്കാൻ വരുന്ന പോലീസുകാർക്ക് ഇവിടെ ID കാർഡില്ല. അതൊരു വലിയ പ്രശ്നമാണ്. ഇവരുടെ ID കാർഡ് എവിടെ? ഈ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന പോലീസുകാർക്ക് ID കാർഡ് എവിടെ? ഈ ID കാർഡ് ഇല്ലാതെ ഇവർ എന്തുകൊണ്ട് എങ്ങനെ വിദ്യാർത്ഥികളെ മർദ്ദിക്കുന്നു? അത് വളരെ ലീഗൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ID കാർഡ് അതിന് അപ്പുറത്തേക്ക് നമ്മൾ വാർത്തകളൊക്കെ നോക്കുന്ന സമയത്ത് സാധാരണ മനുഷ്യർ ഒരു ലാത്തിയുമായിട്ട് നടക്കുന്ന കുറെ വാർത്തകൾ നമ്മൾ കാണുന്നുണ്ട്. യൂണിഫോം ഇല്ല, ഇതിപ്പോ അവരുടെ തന്നെ അജണ്ടയാണ്. അതിലിപ്പോ പോലീസുകാർ തന്നെ അവിടെ അവര് കാക്കിയൊന്നും ധരിക്കുന്നില്ല. ഏത് മാർഗത്തിലൂടെയും അവരെ അടിച്ചമർത്തപ്പെടുക എന്നുള്ളതാണ് ഇവിടെ. വിദ്യാർത്ഥികൾ അവർ പോരാടുന്നത് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ്. അവർ അത്രയും കഷ്ടപ്പെട്ട് പഠിച്ച എക്സാമിന് വേണ്ടിയാണ് അവരവിടെ പോരാടുന്നത്. അത് സാധാരണ നീറ്റ് പരീക്ഷ എഴുതിയ ഒരാൾക്ക് അറിയാം, അത് അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അതിന് രാജ്യത്തെ യുവാക്കൾ ഒന്നടങ്കം തന്നെ അല്ലെ പിന്തുണച്ചു എന്ന് പറയാം. ഉറപ്പായിട്ടും അത് എല്ലാ ഭാഗത്തു നിന്നും രാജ്യത്തിന്റെ പ്രധാനമായിട്ടും പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. പക്ഷെ ഇവിടെ പ്രധാനമായിട്ടും നോക്കിക്കാണേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ, കേരളത്തിലെ മാധ്യമങ്ങളല്ലാതെ ഒരു ദേശീയ മാധ്യമങ്ങളും ഇതിനെ എതിർത്ത് സംസാരിക്കുന്നില്ല. അതെ, മുഖ്യധാര മാധ്യമങ്ങളൊക്കെ തന്നെയും ഈ വിഷയത്തെ യാതൊരു തരത്തിലും അഡ്രസ് ചെയ്യുന്നില്ല. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവര് ആരും പ്രതിഷേധിക്കുന്നില്ല, അത് അഡ്രസ് ചെയ്യപ്പെടുന്നില്ല, ആ വിഷയം അഡ്രസ് ചെയ്യപ്പെടുന്നില്ല. ഇപ്പോൾ അഭിജിത്ത് ദീപ്കയോട് തന്നെ ഒരു മാധ്യമപ്രവർത്തക ചോദിച്ചു, നിങ്ങൾ എന്ത് മുദ്രാവാക്യമാണ് വിളിക്കുന്നത്? അപ്പോൾ ഇൻകുലാബ് എന്ന് പറയുമ്പോൾ അവിടെ പറയുന്നത് തെറ്റായ മുദ്രാവാക്യങ്ങളാണ്.
തെറ്റായ മുദ്രാവാക്യം നിങ്ങൾ വിളിക്കുന്നു എന്നാണ് പറയുന്നത്, ഇൻക്വിലാബിനെയാണ് പറയുന്നത്. അപ്പം ഇതാണ് ചോദ്യം ചെയ്യുന്നവനെ നിശബ്ദനാക്കുന്ന രാഷ്ട്രീയമാണ് ഇവിടെ. അപ്പൊ ഇന്നലെ നമ്മൾ രഞ്ജിനി ഹരിദാസിന്റെ കാര്യം പറഞ്ഞു. രഞ്ജിനി ഹരിദാസ് ഉൾപ്പെടെ മാധ്യമങ്ങൾക്ക് കൊടുത്ത പ്രതികരണത്തിൽ പറയുന്നുണ്ട്, ഞങ്ങളെ ഭയന്നു എന്ന് തോന്നുന്നു എന്നാ പറയുന്നത്. അപ്പോൾ പോലീസുകാരുൾപ്പെടെ അടിച്ചമർത്താനുള്ള കാര്യങ്ങളൊക്കെ ശ്രമം നടത്തിയെന്ന് രഞ്ജിനി ഹരിദാസ് തന്നെ പറയുന്നുണ്ട്. ഞങ്ങളെ ഭയന്നു എന്നാണ് തോന്നുന്നതെന്നാ രഞ്ജിനി ഹരിദാസ് പറയുന്നത്. അതാണ് ഇപ്പോൾ ഓരോ സാധാരണക്കാരനും അത്രയും അത് വിഷമമാവുന്നുണ്ടെന്നേ. അത് പഠിച്ച വിദ്യാർത്ഥികളുടെ ഇപ്പൊ 14ഓളം വിദ്യാർത്ഥി, ഹിന്ദുസ്ഥാൻ ടൈംസിന്റെ കണക്ക് പ്രകാരം ഓരോ 14 വിദ്യാർത്ഥികളോളം ഇവിടെ ആത്മഹത്യ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഹിന്ദുസ്ഥാൻ ടൈംസ് പറഞ്ഞു തരുന്ന കാര്യം. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ഗവൺമെന്റ് ഇപ്പോഴും മൗനം പാലിക്കുന്നു, അടിച്ചമർത്തപ്പെടുന്നു എന്നുള്ളത് വളരെ നീതി നിഷേധമായ ഒരു കാര്യം തന്നെയാണ്, അതിലൊരു സംശയമില്ല. ശരിയാണ്. അപ്പോൾ ഇന്നലെ രഞ്ജിനി ഹരിദാസ് മാധ്യമങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന ഘട്ടത്തിൽ പറയുകയുണ്ടായി, ഞാനാണ് ഏറ്റവും കൂടുതൽ ഈ വാർത്തകളുമായി ബന്ധപ്പെട്ട് റീഷെയർ ചെയ്തതെന്ന്. അപ്പോൾ പലരും ചോദിക്കുന്നു എന്തു പറ്റി, അക്കൗണ്ട് ഹാക്കായോ എന്ന്. അതെങ്ങനെയാണ് പറയാൻ പറ്റുക അല്ലേ? ഒരു സംഭവത്തിനെതിരെ സംസാരിക്കുമ്പോൾ എന്താ അക്കൗണ്ട് ഹാക്കായോ, എന്താ സംസാരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നത് ഒരു തെറ്റായിട്ടുള്ളൊരു കാര്യമാണോ നമ്മുടെ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിനകത്ത്? തോന്നിപ്പോ വലിയൊരു ചോദ്യം, അത് വലിയൊരു അപകടകരമായ ഒരു അവസ്ഥയാണ്. കാരണം വിദ്യാർത്ഥികളുടെ പ്രതിഷേധം, ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഇപ്പോൾ എനിക്ക് ഒരു അനിയനുണ്ടെങ്കിൽ, എനിക്കൊരു സഹോദരി ഉണ്ടെങ്കിൽ, അവള് അല്ലെങ്കിൽ അവൻ ആ പരീക്ഷ എഴുതുമ്പോൾ അവൻ അത്തരം ഒരു സാഹചര്യം ഉണ്ടാവുമ്പോഴായിരിക്കും ഞാനത് മനസ്സിലാക്കുന്നത് എത്രത്തോളം അത് വേദനിപ്പിക്കപ്പെടുന്നു. റിപ്പീറ്റ്, അത് എത്രത്തോളം വേദനിപ്പിക്കപ്പെടുന്നു എന്നത് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. അത് എല്ലാവർക്കും ഉണ്ടായാലേ നമ്മൾ മനസ്സിലാവൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ എന്തിന് ശബ്ദം ഉയർത്താൻ ഭയപ്പെടണം എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ വാർത്തകളൊക്കെ നോക്കുന്ന സമയത്ത് നിരവധി കുട്ടികൾ ഉൾപ്പെടെ ഈ സമരവുമായി ബന്ധപ്പെട്ട് സമരമുഖത്തുണ്ട് അല്ലേ? കുട്ടികൾ ഉൾപ്പെടെ ശബ്ദിക്കുന്ന നിലയിലേക്ക് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ ഏത് നിലയിലേക്ക് എത്തിച്ചേർന്നു? ഇതാണ് 2011 ഇതിനു മുമ്പ് പാർലമെന്റ് ആക്രമണത്തിന്റെ ഭാഗമായിട്ട് ഇത് ഇങ്ങനെ പാർലമെന്റ് എല്ലാം അടച്ചു. അവിടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരെല്ലാവരും ഉള്ള ഒരു സഭയാണ്. അപ്പോൾ അതെല്ലാം അടച്ചു, അവിടെ പാർലമെന്റ് എല്ലാം അടച്ച് പ്രതിഷേധക്കാരൊക്കെ മാറ്റി നിർത്തുകയാണ്. അപ്പോൾ വളരെ സമാധാനപരമായിട്ട് സമരം നടത്തുന്ന ജനങ്ങളാണ് അല്ലെങ്കിൽ വിദ്യാർത്ഥികളാണ്. ആ വിദ്യാർത്ഥികൾക്ക് നേരെ അങ്ങോട്ട് ഇരച്ചു കയറുകയാണ്. അതും ID കാർഡ് പോലും ഇല്ലാത്ത പോലീസുകാർ നരനായാട്ട് നടത്തുകയാണെന്ന് തന്നെ പറയണം. അത് വളരെ ലാത്തി കൊണ്ട് അടിക്കുമ്പോൾ ആ ലാത്തി ഒടിയുന്നുണ്ടെന്നേ. അപ്പോൾ എത്രത്തോളം വേദനയായിരിക്കും, എത്രത്തോളം അടിയായിരിക്കും അവർ സഹിക്കുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം നമ്മൾ. അത് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് കാണുന്നുണ്ടെങ്കിൽ തന്നെയും നമുക്ക് വളരെയധികം വേദനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതില് ഇപ്പോൾ നമുക്കറിയാം, പാറ്റ ആണ് രാജ്യത്തിലെ യുവാക്കൾ എന്ന് അഭിസംബോധന ചെയ്തത് പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെയാണ് അല്ലേ? അപ്പോൾ അതിന്റെ പിന്നാലെയാണ് യുവാക്കൾ ഉൾപ്പെടെ പോയതും പിന്നീട് നീറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് അവർ ചർച്ച ചെയ്യാൻ ഉൾപ്പെടെ തുടങ്ങിയത്. അപ്പോൾ രാജ്യത്തിന്റെ ഭാവി, വിദ്യാർത്ഥികൾ എത്രമാത്രം ഇതിലൊക്കെ ആകുലതരാണ് അല്ലേ? അതെ അതെ, രാജ്യത്തിന്റെ ആ ഒരു വിദ്യാർത്ഥികൾ ഇപ്പോൾ തൊഴിലില്ലാത്ത ആളുകളെയാണ് നമ്മുടെ ചീഫ് ജസ്റ്റിസ് പാറ്റക്കൂട്ടം അല്ലെ, പാറ്റകൾ. അപ്പൊ അതിന്റെ പ്രതിഷേധമായിട്ടാണല്ലോ പാർട്ടി എല്ലാ സംഘടന തന്നെ രൂപപ്പെട്ടത്. അപ്പൊ അത് പുതിയ കാലത്തിന്റെ ഒരു രാഷ്ട്രീയം. പിന്നീട് BJP ഒക്കെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് അതിൽ കൂടുതൽ ഫോളോവേഴ്സിനെ അവർ സമ്മാനിക്കുകയും ആ അക്കൗണ്ടുകൾ ഉൾപ്പെടെ മരവിപ്പിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തും. ആ ഒരു തലത്തിലേക്ക് അവരെത്തിപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ. അത് വെറുമൊരു രാഷ്ട്രീയമല്ല, അത് അവർ പറഞ്ഞു വയ്ക്കുന്ന രാഷ്ട്രീയമാണ്. അത് ചിലർക്ക് ഇവിടെ ചൊടിപ്പിക്കും, ഉറപ്പായിട്ടും അത് ചൊടിപ്പിക്കും, ചൊറിയും, പലർക്കും ചൊറിയും. പക്ഷേ ചോദ്യം ചോദിച്ചുകൊണ്ടേ തന്നെ ഇരിക്കും, അതിലൊരു സംശയവുമില്ല. ഇനിയും പോരാടും, അതിലൊരു സംശയമില്ല.